UDF മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനം ലഭിച്ചേക്കും. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പുറമെ KM ഷാജി, PK ബഷീർ, N ഷംസുദ്ദീൻ, കല്ലട്ട മായിൻ ഹാജി എന്നിവരാണ് പരിഗണനയിലുള്ളത്. തിങ്കളാഴ്ച തന്നെ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ ചുമതലയേൽക്കുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ. 5 ക്യാബിനറ്റ് പദവി, 4 മന്ത്രിസ്ഥാനം, മറ്റൊരു ക്യാബിനറ്റ് പദവി, ക്യാബിനറ്റ് റാങ്കുള്ള ഒരു പദവി എന്നായിരുന്നു നേരത്തെ കേട്ടത്. അതിൽ നിന്നും മാറ്റം 5 മന്ത്രിസ്ഥാനം ലീഗിന് ലഭിച്ചേക്കുമെന്ന ഒരു തീരുമാനം, അത് ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യമാണോ? എന്താണ് ഒടുവിൽ നടക്കുന്ന ലീഗിലെ ചർച്ചകൾ? പ്രജിൻ അമൃത, നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 5 മന്ത്രിസ്ഥാനം തന്നെ ലീഗിന് ലഭിച്ചേക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ നിർണയ കാര്യത്തിൽ പോലും മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ VD സതീശന് അനുകൂലമായിട്ടുള്ളതായിരുന്നു. എന്ന് മാത്രമല്ല, സംസ്ഥാനത്തൊരു ഉപതെരഞ്ഞെടുപ്പ്, 2 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് ഒഴിവാക്കുകയാണ് തങ്ങൾ ലക്ഷ്യമിട്ടത് എന്ന് വളരെ ശക്തമായിട്ടുള്ള നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ലീഗ് UDFൽ ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്, നേരത്തെ ഇത്രയും സീറ്റുകൾ നിയമസഭയിൽ മുസ്ലിം ലീഗിന് ഇല്ലാത്ത കാലത്ത് പോലും 5 സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ മത്സരിച്ച് 27 സീറ്റിൽ 22 വിജയിച്ച സാഹചര്യമുണ്ട്. അതുകൊണ്ട് 5 മന്ത്രിസ്ഥാനം ഉറപ്പായും വേണം. അതിനൊപ്പം തന്നെ ഒരു ക്യാബിനറ്റ് പദവി എന്നുള്ളതായിരുന്നു ആദ്യ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ തുടങ്ങിയ കാലത്തുള്ള ലീഗിന്റെ ആവശ്യം. നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു തരത്തിലുമുള്ള സമ്മർദ്ദത്തിനും ലീഗില്ല. UDFനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നടപടികളിലേക്കും കടക്കില്ല. എന്തായാലും ലീഗിന് ഇപ്പോൾ പ്രാഥമികമായി ലഭിച്ചിട്ടുള്ള ഒരു ഉറപ്പ് പ്രകാരമാണ് 5 മന്ത്രിസ്ഥാനം ഉണ്ടാകും എന്നുള്ളത് അവർ കണക്ക് കൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ച മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്കൊപ്പം തന്നെ മറ്റ് ഘടകകക്ഷികളുടെ സത്യപ്രതിജ്ഞ കൂടി ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗിലെ 5 മന്ത്രിമാരും വന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ ഇപ്പോൾ ലീഗ് നേതൃത്വം ഉദ്ദേശിക്കുന്നത്. അതിൽ PK കുഞ്ഞാലിക്കുട്ടി ആയിരിക്കും അതിന്റെ പതാകവാഹകൻ. ഏറ്റവും ഉയർന്ന പദവി PK കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിക്കും. പിന്നീട് KM ഷാജി, അതോടൊപ്പം തന്നെ PK ബഷീർ, N ഷംസുദ്ദീൻ, കല്ലട്ട മായിൻ ഹാജി, പാറക്കൽ അബ്ദുള്ള, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവരിൽ 4 പേർക്ക് പരിഗണന ലഭിക്കും. അങ്ങനെ ആകെ 5 മന്ത്രിമാരാണ് ലീഗിൽ നിന്നുണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അധിക ക്യാബിനറ്റ് പദവി എന്തായാലും ഇക്കുറി ലഭിക്കാൻ സാധ്യതയില്ല. കാരണം നിരവധി ഒറ്റ MLA-മാരുള്ള ഘടകകക്ഷികളുണ്ട്. അവരെയൊക്കെ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലീഗിന് അത്തരത്തിലൊരു പരിഗണന കൂടി നൽകുക നിലവിലത്തെ സാഹചര്യത്തിൽ സ്വാഭാവികമായിരിക്കും. ലീഗ് അതുകൊണ്ട് തന്നെ UDFനെ അക്കാര്യത്തിൽ സമ്മർദ്ദത്തിലോ പ്രതിരോധത്തിലോ ആക്കാൻ മുസ്ലിം ലീഗ് നിലവിലത്തെ സാഹചര്യത്തിൽ ഉദ്ദേശിക്കുന്നുമില്ല. എന്തായാലും മുഖ്യമന്ത്രി കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വൈകൽ അണികളിൽ ഒരു നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ലീഗ് കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മന്ത്രിസ്ഥാനത്തിന്റെ കാര്യത്തിൽ കൂടി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് ലീഗിന് നിർബന്ധവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ ആയിട്ട് ഈ ചർച്ചകൾ പൂർത്തീകരിക്കും. നാളെ ലീഗിന്റെ പാർലമെന്ററി പാർട്ടി യോഗമുണ്ട്. ആ യോഗത്തിലായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ രൂപമാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.